ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ വേരിയസ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് വിമൻ ഡയറക്ടർ എന്താണെന്നാണ് പറയാനുള്ളത്. എന്താണ് വിമൻ ഡയറക്ടർ, അല്ലെങ്കിൽ ആരാണ് വിമൻ ഡയറക്ടർ എന്ന് നോക്കാം. എവറി ലിസ്റ്റഡ് കമ്പനി ഷാൾ അപ്പോയിൻറ്റ് അറ്റ്ലീസ്റ്റ് വൺ വിമൻ ഡയറക്ടർ വിത്തിൻ 1 year ഫ്രം ദ കമൻസ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് പ്രൊവിഷൻ ടു സെക്ഷൻ 149 സബ്സെക്ഷൻ 1 ഓഫ് ദ ആക്ട്. അതായത് 2013 കമ്പനീസ് ആക്ട് 149 സബ്സെക്ഷൻ 1 പ്രകാരം എല്ലാ കമ്പനികളും, അതായത് എല്ലാ ലിസ്റ്റഡ് കമ്പനികളും നിർബന്ധമായിട്ടും ചുരുങ്ങിയത് ഒരു വിമൻ ഡയറക്ടറെങ്കിലും കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 1 വർഷത്തിനുള്ളിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ എവറി ലിസ്റ്റഡ് കമ്പനി ഷാൾ അപ്പോയിൻറ്റ് അറ്റ്ലീസ്റ്റ് വൺ വിമൻ ഡയറക്ടർ, ചുരുങ്ങിയത് ഒരു വിമൻ ഡയറക്ടറെയെങ്കിലും വിത്തിൻ 1 year ഫ്രം ദ കമൻസ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് പ്രൊവിഷൻ ടു ദ സെക്ഷൻ 149 ഓഫ് ദ ആക്ട്. 2013 ആക്ടിലെ സെക്ഷൻ 149 സബ്സെക്ഷൻ 1 പ്രകാരം, സെക്കൻഡ് പ്രൊവിഷൻ പ്രകാരം വിത്തിൻ 1 year ഫ്രം ദ കമൻസ്മെൻറ്റ് ചെയ്തതിന് തുടങ്ങിയിട്ട്, അതായത് കമ്പനി പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിനുള്ളിലെങ്കിലും ചുരുങ്ങിയത് ഒരു വുമൻ ഡയറക്ടറെങ്കിലും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കമ്പനി പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിനുള്ളിൽ ചുരുങ്ങിയത് ഒരു വിമൻ ഡയറക്ടറെങ്കിലും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എവറി അതർ പബ്ലിക് കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹100 crores ഓർ മോർ or turnover of ₹300 crores or more as on the last date of latest audited financial statement shall also appoint at least one women director within 1 year from the commencement of the second provision of section 149 subsection 1 of the act. അതായത് എല്ലാ പബ്ലിക് കമ്പനികളും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 100 കോടിയിൽ കൂടുതലുള്ളതോ ടേൺ ഓവർ 300 കോടിയിൽ കൂടുതലുള്ളതോ, അതായത് ലാസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 100 കോടിയിൽ കൂടുതലോ ടേൺ ഓവർ 300 കോടിയിൽ കൂടുതലോ ഉള്ള എല്ലാ പബ്ലിക് കമ്പനികളും നിർബന്ധമായിട്ടും കമ്പനി ആരംഭിച്ച് 1 വർഷത്തിൻ്റെ ഉള്ളിൽ വിത്തിൻ 1 yearൻ്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരു വിമൻ ഡയറക്ടറെയെങ്കിലും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വൺ വിമൻ ഡയറക്ടർ വിത്തിൻ 1 year. നെക്സ്റ്റ് പറയുന്നത് സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടേഴ്സ്. എന്താണ് സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടേഴ്സ് എന്ന് നോക്കാം. എ ലിസ്റ്റഡ് കമ്പനി മേ ഹാവ് വൺ ഡയറക്ടർ എലക്റ്റഡ് ബൈ സ്മാൾ ഷെയർ ഹോൾഡേഴ്സ്. ലിസ്റ്റഡ് കമ്പനിയിൽ ഒരു ഡയറക്ടർ എന്നുള്ളത് ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്തതായിരിക്കും, സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്തതായിരിക്കും. മേ അപ്പോയിൻറ്റ് അപ്പ് ഓൺ നോട്ടീസ് ഓഫ് നോട്ട് ലെസ് ദാൻ 1000 ഷെയർ ഹോൾഡേഴ്സ് ഓർ 1/10 ഓഫ് ദ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ്. whichever is lower have a small shareholder director which elected from the small shareholders. 1000-ഓ 1000-ൽ കുറയാത്തതോ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഒരു ഫേമോ, അതല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് 1/10 ഷെയർ ഹോൾഡേഴ്സ് ഓർ 1/10 ഓഫ് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് whichever is lower. ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിൽ 1/10 സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ളവരോ whichever is lower, അതിലേതാണോ ഏറ്റവും കുറവെന്നുണ്ടെങ്കിൽ ഹാവ് എ സ്മാൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ, അതിലെന്ത് ചെയ്യണം, ഒരു സ്മാൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ ഉണ്ടായിരിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൽ 10-ൽ ഒരു എണ്ണമെങ്കിലും സ്മാൾ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കണം. വിച്ച് ഈസ് എലക്റ്റഡ് ഫ്രം ദ സ്മാൾ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സാണ് അവരെ എലക്ട് ചെയ്യുന്നത്. അതായത് ഒരു ലിസ്റ്റഡ് കമ്പനി മേ ഹാവ് വൺ ഡയറക്ടർ എലക്റ്റഡ് ബൈ സ്മാൾ ഷെയർ ഹോൾഡേഴ്സ്. സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറെങ്കിലും ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതിലെങ്ങനെ പറഞ്ഞാൽ നോട്ട് ലെസ് ദാൻ 1000 ഷെയർ ഹോൾഡേഴ്സ്, 1000 ഷെയർ ഹോൾഡേഴ്സിൽ കൂടാത്ത, അല്ലെങ്കിൽ 1000 ഷെയർ ഹോൾഡേഴ്സിൽ കുറയാത്ത ഷെയർ ഹോൾഡേഴ്സുള്ള ഒരു കമ്പനിയിൽ നിർബന്ധമായിട്ടും ഒരു ഡയറക്ടറെ സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്തതായിരിക്കണം. അത് 10-ൽ ഒരു ഡയറക്ടർ സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അഡീഷണൽ ഡയറക്ടേഴ്സ്. എന്താണ് അഡീഷണൽ ഡയറക്ടേഴ്സ് എന്ന് നോക്കാം. എനി ഇൻഡിവിജ്വൽ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് അഡീഷണൽ ഡയറക്ടേഴ്സ് ബൈ എ കമ്പനി അണ്ടർ സെക്ഷൻ 161 ഓഫ് ദ ന്യൂ ആക്ട്. അതായത് കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 161 പ്രകാരം ഏതൊരു ഇൻഡിവിജ്വലിനെയും അഡീഷണൽ ഡയറക്ടറായിട്ട് കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യാം. എൻഷുർ ദാറ്റ് ദ ഡയറക്ടർ ടു ബി അപ്പോയിൻറ്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് exercising the power so conferred in them by the articles of the company is not such a person who has failed to get appointed as a director in a general meeting. അതായത് ഡയറക്ടറായിട്ട് ഇത്തരത്തിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടുള്ള വ്യക്തി
ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പവേഴ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻസും എക്സസൈസ് ചെയ്യുകയും ആൻഡ് ഹീ ഈസ് നോട്ട് സച്ച് എ പേഴ്സൺ ഹു ഹാസ് ഫെയിൽഡ് ടു ഗെറ്റ് അപ്പോയിൻമെൻറ്റ് ആസ് എ ഡയറക്ടർ ഇൻ എ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിങ്ങിൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ ഫെയിൽ ചെയ്യപ്പെട്ട വ്യക്തിയാകാൻ പാടില്ല. കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നതിൽ ഫെയിലായിട്ടുള്ള വ്യക്തിയാകാൻ പാടില്ല. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ എക്സസൈസിങ് പവറുകളും വിനിയോഗിക്കുകയും അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു അഡീഷണൽ ഡയറക്ടർ ആയിട്ടുള്ള ഏതൊരു ഇൻഡിവിജ്വലിനെയും അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം സെക്ഷൻ 161 ഓഫ് ദ ന്യൂ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നോമിനി ഡയറക്ടേഴ്സ്. നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. They can be appointed by certain shareholders, third parties through contracts, lending public financial institutions or banks, or by the central government in case of oppression or mismanagement. However, nominee directors must be particularly careful not to act only in the interest of their nominators, but must act in the best interest of the company and its shareholders as a whole. നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഈ നോമിനി ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സോ തേർഡ് പാർട്ടീസോ കോൺട്രാക്റ്റ് മുഖാന്തരം തേർഡ് പാർട്ടീസോ അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ടുള്ള ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളോ ബാങ്കുകളോ അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടോ ആയിരിക്കും. എപ്പോഴാണ് ചെയ്യുന്നത്? ഇൻ കേസ് ഓഫ് ഒപ്രഷൻ ഓർ മിസ്മാനേജ്മെൻറ്റ്. കമ്പനിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒപ്രഷൻസോ മിസ്മാനേജ്മെൻറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴാണ് നോമിനി ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ഹവർ നോമിനി ഡയറക്ടേഴ്സ് മസ്റ്റ് ബി പർട്ടിക്കുലർലി കെയർഫുൾ. നോമിനി ഡയറക്ടേഴ്സ് കെയർഫുൾ ആവേണ്ട എപ്പോഴാണെന്ന് വെച്ചാൽ നോട്ട് ടു ആക്ട് ഓൺലി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദെയർ നോമിനേറ്റേഴ്സ്. നോമിനേറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് മാത്രമായിട്ട് ആക്ട് ചെയ്യരുത്. അതായത് ബാങ്കുകളുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടോ പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമായിട്ടോ കോൺട്രാക്ട്സിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ടോ പ്രവർത്തിക്കാൻ പാടില്ല. ബട്ട് മസ്റ്റ് ആക്ട് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി ആൻഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ആസ് എ ഹോൾ. കമ്പനിയുടെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പൊതുവായ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അവരെ പ്രവർത്തിക്കേണ്ടത്. അതാണ് നോമിനി ഡയറക്ടേഴ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ആൾട്ടർനേറ്റ് ഡയറക്ടർ. എന്താണ് ആൾട്ടർനേറ്റ് ഡയറക്ടർ എന്ന് നോക്കാം. ആസ് പെർ സെക്ഷൻ 161 സബ്സെക്ഷൻ 2 a company may appoint if the articles confer such power on company or a resolution passed in place of a director absent for at least 3 months from the state in which the meetings of the board are ordinarily held. അതായത് 2013 സെക്ഷൻ 161 സബ്സെക്ഷൻ 2 പ്രകാരം ഒരു കമ്പനിക്ക് അതിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ കമ്പനിയുടെ അധികാരം ഉപയോഗിച്ചൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് നിലവിലുള്ള ഡയറക്ടർക്ക് പകരമായിട്ട് അല്ലെങ്കിൽ ആബ്സെൻസ് ആവുകയാണെങ്കിൽ അതിന് പകരമായിട്ട് 3 മാസത്തേക്ക് അറ്റ്ലീസ്റ്റ് 3 മന്ത്സ് ഫ്രം ദ സ്റ്റേറ്റ് ബോർഡിൻ്റെ മീറ്റിംഗ്സ് പ്രകാരം ഒരു ആൾട്ടർനേറ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യാം. An alternate director cannot hold the office longer than the term of the director in whose place he has been appointed. ആരുടെ പ്ലേസിലാണ് ഈ ആൾട്ടർനേറ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിലുള്ള ഡയറക്ടറുടെ പ്ലേസിനെക്കാട്ടിലും കൂടുതൽ അധികാര പദവി വിനിയോഗിക്കാനുള്ള അല്ലെങ്കിൽ അധികാരം വിനിയോഗിക്കാനുള്ള ഒരു നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹി വിൽ ഹാവ് ടു വെക്കേറ്റ് ദ ഓഫീസ് ഇഫ് ആൻഡ് വെൻ ദ ഒറിജിനൽ ഡയറക്ടർ റിട്ടേൺസ്. ഒറിജിനൽ ഡയറക്ടർ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഓഫീസ് സ്ഥാനം ഒഴിയേണ്ടതാണ്. ഹി വിൽ ഹാവ് ടു വെക്കേറ്റ് ദ ഓഫീസ്. ഓഫീസ് വെക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വവും ആൾട്ടർനേറ്റ് ഡയറക്ടർക്ക് ഉണ്ടായിരിക്കണം. ആൾട്ടർനേറ്റ് ഡയറക്ടർക്ക് യഥാർത്ഥ ഡയറക്ടറുടെ പ്ലേസിന് പകരമായിട്ടാണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് എന്ന കാരണം കൊണ്ട് തന്നെ ഒറിജിനൽ ഡയറക്ടർ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾട്ടർനേറ്റ് ഡയറക്ടർ ഓഫീസ് വെക്കേറ്റ് ചെയ്യുകയും ഒറിജിനൽ ഡയറക്ടറുടെ ആബ്സെൻസിൻ്റെ ഭാഗമായിട്ട് ചുരുങ്ങിയത് 3 മാസത്തേക്ക് ബോർഡ് മീറ്റിംഗ്സ് കൂടിയിട്ട് അതിൽ 3 മാസത്തേക്ക് താൽക്കാലികമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഡയറക്ടേഴ്സാണ് ഈ ആൾട്ടർനേറ്റ് ഡയറക്ടർ എന്നുള്ളത്. അതിനുവേണ്ടി ബോർഡ് സ്പെഷ്യൽ മീറ്റിംഗ്സ് കൂടിയിട്ടാണ് മാക്സിമം 3 മന്തിലേക്കാണ് ഈ ആൾട്ടർനേറ്റ് ഡയറക്ടർ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്, അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത്. നെക്സ്റ്റ് ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് മാക്സിമം അല്ല അറ്റ്ലീസ്റ്റ് ആണ് പറഞ്ഞത്.
ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് ടു എനി റെഗുലേഷൻസ് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, MOA എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്, ഷാൾ ബി ഡീംഡ് ടു ബി ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി അൺടിൽ സച്ച് ടൈം വെൻ ഡയറക്ടേഴ്സ് ആർ ഡ്യൂലി അപ്പോയിൻറ്റഡ് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഒരു ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ റെഗുലേഷൻ പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നവരാണ് കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ട് ഇലക്ഷനിൽ കൂടെ കണ്ടക്ട് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധികളായിരിക്കും യഥാർത്ഥ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുവരെ കമ്പനിയെ മാനേജ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരമുള്ള വ്യക്തികളായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ഡയറക്ടേഴ്സ്. കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് നോർമലി അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊമോട്ടർ ആയിരിക്കും ഫസ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് വരിക. സോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനിയുടെ റെഗുലേഷൻസ് സബ്ജക്റ്റിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരോ ആയിരിക്കും അതിൻ്റെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്നുള്ളത് പറഞ്ഞു. ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയതിന് ശേഷമാണ് നെക്സ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അവിടെ സെലക്ട് ചെയ്യുക ഉള്ളൂ. നെക്സ്റ്റ് ഷാഡോ ഡയറക്ടർ. ഷാഡോ ഡയറക്ടർ അല്ലെങ്കിൽ നീഡൽ ഡയറക്ടർ എന്ന് പറയുന്നത് എന്താണ്? എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ബട്ട് ഓൺ ഹൂസ് ഡയറക്ഷൻസ് ദ ബോർഡ് ഈസ് അക്കസ്റ്റംഡ് ടു ആക്ട് ഈസ് ലയബിൾ ആസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി അൺലെസ് ഹീ ഈസ് ഗിവിംഗ് അഡ്വൈസ് ഇൻ ഹിസ് ഓർ ഹെർ പ്രൊഫഷണൽ കപ്പാസിറ്റി. അതായത് ഒരു വ്യക്തിയെ അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഡയറക്ടർ ബോർഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല, ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഓൺ ഹൂസ് ഡയറക്ഷൻ, ആ വ്യക്തിയുടെ ഡയറക്ഷൻ പ്രകാരം ബോർഡ് ഈസ് അക്കസ്റ്റംഡ് ടു ആക്ട്, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ പ്രകാരമാണ് ബോർഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസ് ലയബിൾ ആസ് എ ഡയറക്ടർ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഡയറക്ടർ എന്ന രീതിയിൽ അയാൾ ലയബിളായിട്ട് മാറും. അൺലെസ് ഹീ ഈസ് ഗിവിംഗ് അഡ്വൈസ് ഇൻ ഹിസ് ഓർ ഹെർ പ്രൊഫഷണൽ കപ്പാസിറ്റി. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളാണ് നമ്മൾ ഷാഡോ ഡയറക്ടർ എന്ന് പറയുക. ദസ് സച്ച് എ ഷാഡോ ഡയറക്ടർ മേ ബി ട്രീറ്റഡ് ആസ് എൻ ഓഫീസർ ഇൻ ഡീഫോൾട്ട് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഓഫീസർ ഇൻ ഡീഫോൾട്ട് എന്ന കാറ്റഗറിയിൽ ആര് വരും? നിലവിലുള്ള ഓഫീസർ വീഴ്ച വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഓഫീസർ എന്ന കാറ്റഗറിയിലാണ് ഷാഡോ ഡയറക്ടർ എന്ന് ട്രീറ്റ് ചെയ്യുന്നത്. സോ കമ്പനിയുടെ യഥാർത്ഥത്തിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടില്ല, പക്ഷേ ആ വ്യക്തിയുടെ ഡയറക്ഷൻ പ്രകാരം ബോർഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്ടറായിട്ട് ആ വ്യക്തി ലയബിളായിട്ട് മാറും. അല്ലെങ്കിൽ അയാളുടെ അഡ്വൈസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കപ്പാസിറ്റിക്ക് അയാൾ എന്ത് ചെയ്യപ്പെടും? ലയബിളായിട്ട് മാറും. അൺലെസ് ഹീ ഈസ് ഗിവിംഗ് അഡ്വൈസ് ഹിസ് ഓർ ഹെർ പ്രൊഫഷണൽ കപ്പാസിറ്റി, അയാളുടെ പ്രൊഫഷണൽ കപ്പാസിറ്റി മുഖാന്തരം അയാൾ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് വരെ. ഇത്തരത്തിലുള്ള ഡയറക്ടറെയാണ് എന്ന് പറയുന്നത് ഷാഡോ ഡയറക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡി ഫാക്ടോ ഡയറക്ടർ. എന്താണ് ഡി ഫാക്ടോ ഡയറക്ടർ എന്ന് നോക്കാം. Where a person who is not actually appointed as a director but acts as a director and is held out by the company as such person is considered as a de facto director. Unlike shadow director, a de facto director purports to act, refactoring അല്ല തെറ്റിയതാണ്, de facto എന്നാണ്, and is seen to the outside world as acting as a director of the company. Such a de facto director shall be liable as a director under the Companies Act. എവിടെയും എന്ത് ചെയ്യപ്പെട്ടില്ല, ഇത്തരത്തിലൊരു ഡയറക്ടർ എന്നുള്ള വ്യക്തി അവിടെ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ട് പ്രകാരം കമ്പനിയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ തോന്നലുണ്ടാവുകയാണ്. സച്ച് എ പേഴ്സൺ ഈസ് കൺസിഡേർഡ് ആസ് ഡി ഫാക്ടോ ഡയറക്ടർ. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡി ഫാക്ടോ ഡയറക്ടർ എന്ന് പറയുന്നത്. ഷാഡോ ഡയറക്ടറെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡി ഫാക്ടോ ഡയറക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? പർപ്പസ് ടു ആക്ട് ആൻഡ് ഈസ് സീൻ ടു ദ ഔട്ട്സൈഡ് വേൾഡ് ആസ് ആക്ടിങ്. ഔട്ട്സൈഡ് വേൾഡിന് എന്തറിയാൻ പറ്റും? ഈ വ്യക്തിയുടെ ആക്ടിങ് എന്നുള്ളത് അറിയാൻ കഴിയും. ആസ് എ ഡയറക്ടർ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ളത് ഔട്ട്സൈഡ് വേൾഡിന് നേരിട്ട് അറിയാൻ കഴിയും. അതാണ് ഡി ഫാക്ടോ ഡയറക്ടറുടെ പ്രത്യേകത. സച്ച് എ ഡി ഫാക്ടോ ഡയറക്ടർ ഷാൾ ബി ലയബിൾ ആസ് എ ഡയറക്ടർ അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം അത്തരത്തിലുള്ള ഡി ഫാക്ടോ ഡയറക്ടർ ലയബിളായിട്ട് മാറും. സോ ഹീ ഈസ് നോട്ട് ആക്ച്വലി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ. ഡയറക്ടറായിട്ട് യഥാർത്ഥത്തിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ വ്യക്തിയുടെ പ്രവർത്തനം കൊണ്ട് അയാൾ ഡയറക്ടറായിട്ട് ഹെൽഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഷാഡോ ഡയറക്ടറെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുറം ലോകത്തിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ഡയറക്ടർ ആക്ട് ചെയ്യുന്നതായിട്ട് നേരിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഡി ഫാക്ടോ ഡയറക്ടർ എന്നുള്ളത് ഷാഡോ എന്ന് പറയുന്ന സമയത്ത് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല ഡയറക്ടറുടെ റിലേഷൻഷിപ്പ്. ഇവിടെ പക്ഷേ പബ്ലിക്സിന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഹി ഷാൾ ബി ലയബിൾ ആസ് എ ഡയറക്ടർ അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർ എന്ന രീതിയിൽ ലയബിളായിട്ട് മാറും.
ഇനി റൊട്ടേഷണൽ ഡയറക്ടർ എന്താണ് റൊട്ടേഷണൽ ഡയറക്ടർ എന്ന് നോക്കാം. അറ്റ്ലീസ്റ്റ് 2/3 ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് എ പബ്ലിക് കമ്പനി ഓർ ഓഫ് എ പ്രൈവറ്റ് കമ്പനി സബ്സിഡിയറി ഓഫ് എ പബ്ലിക് കമ്പനി ഹാവ് ടു റിട്ടയർ ബൈ റൊട്ടേഷൻ ആൻഡ് ദ ടേം റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് റെഫേഴ്സ് ടു സച്ച് ഡയറക്ടർ who have to retire and may subject to the articles be eligible for reappointment at the end of his tenure. അതായത് പബ്ലിക് കമ്പനിയുടെ ഡയറക്ടേഴ്സിൽ 2/3 വിഭാഗമോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി സബ്സിഡിയറി ഓഫ് എ പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയിലോ നിർബന്ധമായിട്ടും റൊട്ടേഷൻ പ്രകാരം 2/3 വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടയർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റൊട്ടേഷണൽ ഡയറക്ടേഴ്സിന് എന്തുണ്ടാക്കും, മേ ഹാവ് ടു റിട്ടയർ, റൊട്ടേഷൻ പ്രകാരം റിട്ടയർ ചെയ്യപ്പെടുകയും ആൻഡ് മേ സബ്ജക്റ്റ് ടു ദ ആർട്ടിക്കിൾസ് ബി എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് ടെന്യർ. അതായത് പീരിയഡിൻ്റെ കാലാവധിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ വ്യക്തിക്ക് വീണ്ടും റീ അപ്പോയിൻമെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറക്ടേഴ്സിന് നമ്മൾ എന്ത് പറയുന്നത്, റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ഉണ്ട്. 2/3 വിഭാഗം ആളുകൾ പബ്ലിക് കമ്പനിയിൽ റൊട്ടേഷൻ പ്രകാരം റിട്ടയർ ചെയ്യുകയും അതുപോലെ തന്നെ പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയിലും ഇത്തരത്തിൽ റൊട്ടേഷൻ പ്രകാരം റിട്ടയർ ചെയ്യപ്പെടുകയും ആർട്ടിക്കിൾസിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ പീരിയഡിൻ്റെ അവസാന സമയത്ത്, അതായത് ടെന്യൂർ കാലാവധി കഴിയുന്ന സമയത്ത് എൻഡ് ഓഫ് ദ ടെന്യൂറിൽ വീണ്ടും റീ അപ്പോയിൻമെൻറ്റിന് എലിജിബിൾ ആയിട്ട് മാറുകയും ചെയ്യും. ഇവരെയാണ് നമ്മൾ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കാഷ്വൽ വേക്കൻസീസ്. കാഷ്വൽ വേക്കൻസീസ് എന്ന് പറയുന്നത് എന്താണ്, where a director appointed at the annual general meeting vacates his office before his or her term of office expires in the normal course, the resulting vacancy may subject to the articles be filled by the board. അതായത് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ഡയറക്ടർ അയാളുടെ ഓഫീസ് കാലാവധി കഴിയുന്നതിന് മുൻപെയോ അല്ലെങ്കിൽ എക്സ്പയർ ആകുന്നതിന് മുന്നെയോ വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നോർമൽ കോഴ്സിൽ റിസൾട്ടിംഗ് വേക്കൻസി എന്ത് ചെയ്യപ്പെടും, ബോർഡ് ഫില്ലപ്പ് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ആർട്ടിക്കിൾസ് പ്രകാരം റിസൾട്ടിംഗ് വേക്കൻസിക്ക് അവകാശം ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കാഷ്വൽ വേക്കൻസികൾ എന്ന് പറയുന്നത്. വേറെ ഡയറക്ടർ അപ്പോയിൻറ്റഡ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ടെന്യർ ഓഫ് പീരീഡ് പൂർത്തിയാക്കുന്നതിന് മുന്നേ ഓഫീസിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നോർമൽ കോഴ്സ് പ്രകാരം റിസൾട്ടിംഗ് വേക്കൻസി മേ സബ്ജക്റ്റ് ടു ദ ആർട്ടിക്കിൾസ് ബി ഫിൽഡ് ബൈ ദ ബോർഡ്. റിസൾട്ടിംഗ് വേക്കൻസിയുടെ ഭാഗമായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ പ്രൊവിഷൻ പ്രകാരം ബോർഡ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അതായത് പകരം വ്യക്തിയെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദിസ് ഈസ് ദ മേജർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മേജർ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞതൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഡയറക്ടേഴ്സ് നമ്മൾ പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, അതുപോലെ തന്നെ വിമൻ ഡയറക്ടർ, സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, നോമിനി ഡയറക്ടർ, ആൾട്ടർനേറ്റ് ഡയറക്ടർ, ഫസ്റ്റ് ഡയറക്ടർ, ഷാഡോ ഡയറക്ടർ, ഡീഫാക്ടോ ഡയറക്ടർ, റൊട്ടേഷണൽ ഡയറക്ടർ, കാഷ്വൽ വേക്കൻസീസ്. ഇങ്ങനെ 13 തരത്തിലാണ് നമ്മൾ ഡയറക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ചിലത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള ഭാഗം എല്ലാവരും ത്രൂ ഔട്ട് കാണുക. അതിൽ എക്സിക്യൂട്ടീവ്, നോൺ എക്സിക്യൂട്ടീവ്, ഇൻഡിപെൻഡൻറ്റ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.